ഏവർക്കും ഇക്കോസ് ഓഫ് നിലയിലേക്ക് സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ, അധ്യായം 3. ഭയ്യ രുക്കോ. ഘട്ടിൽ നിന്നും ഒത്തിരി അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന രഘുറാം ഭയ്യയുടെ ലോഡ്ജിൻ്റെ പഴകിയ ബോർഡ് കണ്ടതും അവൾ ആ റിക്ഷക്കാരനോട് പറഞ്ഞു. കാലപ്പഴക്കം മൂലം അരികുകൾ അടർന്ന് തുരുമ്പിച്ച ആ ബോർഡിലെ പായൽ മൂടി മങ്ങിത്തുടങ്ങിയ പേര് അവൾ മനസ്സിലൊന്ന് വായിച്ചു. മാനസ് ലോഡ്ജ്. നിറയെ ആളുകൾ താമസിക്കുന്ന ഒരു ലോഡ്ജാണതെന്ന് ഒറ്റക്കാഴ്ചയിലെ മനസ്സിലാകുമായിരുന്നു. റിക്ഷക്കാരന് 100 രൂപ നോട്ടെടുത്ത് നീട്ടിയപ്പോൾ അയാൾ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. ബാക്കി വെച്ചോളൂ, അറിയാവുന്ന ഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ചതും അയാൾ ബീഡിക്കറ പിടിച്ച് പല്ല് കാണിച്ച് ഒന്ന് ചിരിച്ച് അവൾക്കായി സലാം പറഞ്ഞ് അയാളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായ ആ റിക്ഷയും ചവിട്ടി ആ നഗരത്തിൻ്റെ തിരക്കിൽ ലയിച്ചു ചേരുന്നത് അവൾ ഒരു നിമിഷം നോക്കി നിന്നു. തിരിഞ്ഞ് ലോഡ്ജിന് നേരെ നടക്കുമ്പോൾ കണ്ടു വാതിലിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ. ഏകദേശം ജിതൻ്റെ പ്രായം കാണും അയാൾക്കെന്ന് അവൾക്ക് തോന്നി. ഈ ലോകത്ത് ജിതനുണ്ടായിരുന്ന ഒരേയൊരു സുഹൃത്ത്. കറുത്ത പാൻസും ഷർട്ടും ധരിച്ച് കഴുത്തിലൂടെ ഒരു ഷോൾ പുതച്ചു നിൽക്കുന്ന അയാളാവാം രഘുറാമെന്ന് മനസ്സ് പറഞ്ഞു. നടന്നെടുക്കും തോറും അയാളുടെ മുഖം സംശയത്തിലൊന്ന് ചുഴിയുന്നത് കണ്ടു. പത്മ. അടുത്തെത്തിയ പാടെ അവൾക്ക് നേരെ കൈ ചൂണ്ടി അയാൾ ചോദിച്ചതും അതേന്ന പോലെ അവളൊന്ന് തലകുലുക്കി. രഘുറാം? മറുചോദ്യം അവളും ചോദിച്ചു. അതെ, വരൂ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, മുകളിലാണ്. പറഞ്ഞിട്ട് അയാൾ റിസപ്ഷനിലെ മേശയുടെ ഡ്രോ തുറന്ന് അതിൽ നിന്നും ഒരു താക്കോൽക്കൂട്ടം കയ്യിലെടുത്തു. പത്മയെ ഒന്ന് നോക്കി അയാൾ മുന്നിൽ നടന്നതും അയാളെ അനുഗമിച്ചെന്ന പോലെ അവളും ആ ഇരുട്ടടഞ്ഞ ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. അതിനറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഗോവണിയാണ് അയാളുടെ ലക്ഷ്യമെന്ന് ഇതിനോടകം തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു. മരത്തിൻ്റെ ഗോവണിയിൽ കാലുകൾ പതിപ്പിക്കുന്നിടത്തു നിന്നെല്ലാം ശബ്ദമുണ്ടാകുന്നതായി അവൾക്ക് തോന്നി. ഗോവണി കയറി ചെന്നത് ഒരു നീളൻ വരാന്തയിലേക്കാണ്. മുകളിലെ ആ വരാന്തയുടെ അറ്റത്ത് ഒരു മുറിയുടെ മുൻപിലായി രഘുറാം തൻ്റെ നടത്തം അവസാനിപ്പിച്ച് പത്മയെ തലചിരിച്ചു നോക്കി. അവൾ തനിക്കരികിലെത്തി എന്ന് കണ്ടതോടെ അയാൾ കയ്യിലെ താക്കോൽ ആ വാതിലിലെ താഴിലേക്കിട്ട് ഒന്ന് തിരിച്ചതും ടക്ക് എന്നൊരു ശബ്ദത്തോടെ ആ പൂട്ട് തുറന്ന് വാ പൊളിച്ചെന്നതുപോലെ അത് ആ വാതിലിൽ തൂങ്ങിയാടി. ആ താഴ് വാതിലിൽ നിന്നും ഊരി വാതിലിലെ കുറ്റിയെ വലതുവശത്തേക്ക് നീക്കിയ ശേഷം ആ ഇരുപാളികളുള്ള വാതിലിൽ അയാൾ ശക്തിയിലൊന്ന് തള്ളിയതും അത് ഇരുവശത്തേക്കുമായി തുറന്നു മാറി. ഞാൻ നിൽക്കുന്നില്ല, താൻ കയറി നോക്കിക്കൊള്ളൂ. അകത്ത് കയറി വാതിലിൻ്റെ വലതുവശത്തായിട്ടിരുന്ന പഴയ ഒരു തടിമേശയുടെ മുകളിലായി ആ താഴും താക്കോലും വെച്ച ശേഷം പത്മയോടായി അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ മുറിക്ക് പുറത്തിറങ്ങി. രഘുറാം പുറത്തേക്കിറങ്ങി പോയതും നോക്കി ഒരു നിമിഷം നിന്നിട്ട് പത്മ തൻ്റെ വലതുകാലെടുത്ത് വെച്ച് ആ മുറിയിലേക്ക് പ്രവേശിച്ചു. അടുത്ത ഭാഗം നാളെ.